ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ ഇടുക്കിയിലെത്തും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ നേതൃത്വം സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലാണ് ഗവർണർ പങ്കെടുക്കുന്നത്. ഭൂനിയമ ഭേദഗതി ബിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് അന്നേ ദിവസം തന്നെയാണ് LDF ഇടുക്കി ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ഉണ്ട്. സുബിൻ, ഈ ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിക്കാൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം, LDFന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം MM മണി വളരെ അധിക്ഷേപപരമായ രീതിയിലുള്ള പരാമർശമാണ് ഗവർണർക്കെതിരെ നടത്തിയത്. അസഭ്യ വർഷമാണ് ഗവർണർക്കെതിരെ മുൻ മന്ത്രി കൂടിയായ MM മണി നടത്തിയത്. അതിന് പിന്നാലെയാണ് നാളെ ഗവർണർ ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്നത്. തൊടുപുഴയിലേക്ക് എത്തുമ്പോൾ ഈ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. LDFന്റെയും അതുപോലെ തന്നെ CPMന്റെയും ഇടത് അനുകൂല മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം തൊടുപുഴയിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. SFI ഇപ്പോൾ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു, കരിങ്കൊടി കാണിക്കുമെന്ന് SFI ഇതിനകം തന്നെ വെല്ലുവിളി നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഗവർണർ വരുന്ന നാളെ സമാനതകളില്ലാത്ത പ്രതിഷേധത്തിനും അതുപോലെ തന്നെ പ്രതിരോധത്തിനും തൊടുപുഴ സാക്ഷിയാകുമെന്ന കാര്യം എന്തായാലും ഉറപ്പാണ്. പ്രധാനമായും ഇപ്പോൾ ഈ ഒരു ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്നാണ് LDF കൺവീനർ KK ശിവരാമൻ അറിയിച്ചിട്ടുള്ളത്. ഗവർണർക്കെതിരെ പ്രതിഷേധത്തിന് ഇടതുപക്ഷം തീരുമാനിച്ചിട്ടില്ല. LDF ഹർത്താലിനെതിരെയുള്ള ഈ ഇടുക്കി MP പ്രസ്താവനയെല്ലാം നടത്തിയിരുന്നു. അതെല്ലാം തന്നെ പരിഹാസ്യമാണ്. എന്തായാലും ഈ ഒരു ഹർത്താൽ, ഇടുക്കി ജില്ലയിൽ നടത്തുന്ന ഹർത്താൽ, അത് ഗവർണർക്ക് എതിരായുള്ള ഒരു ഹർത്താൽ തന്നെയാണെന്നാണ് LDF നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. CPM അത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രാജ്ഭവന് മുന്നിൽ LDF പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചപ്പോൾ തന്നെ LDF ഇടുക്കിയിലേക്ക് എത്തുന്നത് അത് ഒരു തരത്തിലുള്ള വെല്ലുവിളിയാണ്. ഇടുക്കി അത് ചോദ്യം ചെയ്യുമെന്ന് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ചോദ്യം ചെയ്യൽ അതൊരു പ്രതിഷേധ രൂപത്തിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഈ പരിപാടിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഗവർണർ ഉള്ളത്. ഉറപ്പായും ഇടുക്കിയിലേക്ക് എത്തുമെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. പരിപാടി മാറ്റിവെക്കാൻ തയ്യാറല്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ ഘടകത്തിന്റെ ചാരിറ്റി സംബന്ധമായ ഒരു സ്വകാര്യ പരിപാടിക്കായാണ്, അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗവർണർ എത്തുന്നത്. മുൻകൂട്ടി തീരുമാനിച്ച ഒരു പരിപാടിയായിരുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിൽ തീരുമാനിച്ച ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിയുടെ ഭാഗമായി ഗവർണർ ഇടുക്കിയിലേക്ക് എത്തുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഈ LDF ഈ 9-ാം തീയതി തന്നെ ഈ ഒരു ഹർത്താലിന് പെട്ടെന്നുള്ളൊരു ആഹ്വാനം നൽകുകയും ചെയ്തത്. അത് ഒരു തരത്തിലുള്ള വെല്ലുവിളി തന്നെയായിരുന്നു. ഗവർണർ ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഗവർണറെ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ ഗവർണർ ആ ഒരു വിഷയം ഊന്നിക്കാണിക്കൊണ്ട് ഗവർണർക്കെതിരെ ഹർത്താൽ ആഹ്വാനം ചെയ്യുക, അതൊരു തരത്തിലുള്ള ഗവർണറെ വെല്ലുവിളിക്കുന്ന ഒരു രീതി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗവർണർ എത്തുമ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് പാർട്ടി നേതൃത്വങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പരിപാടിയിൽ നിന്ന് ഗവർണർ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. സുബിൻ, അതോടൊപ്പം തന്നെ ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി നേരിടാൻ തന്നെയാണ് CPMും ഇടതുപക്ഷവും എല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. ഗവർണറെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളൊരു നിലപാടിലേക്ക് ഇടതുപക്ഷം കടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് സർക്കാർ ഗവർണർ പോര് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ SFIയുടെ പ്രതിഷേധം ഒരു വശത്ത് ഉണ്ടാകുന്നത് ഗവർണർക്കെതിരെ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട്, അതായത് ഈ ബില്ലിൽ ചില സംശയങ്ങളുണ്ട് എന്ന് ഗവർണർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ സംശയങ്ങൾ ദൂരീകരിക്കാതെ താൻ അതിൽ ഒപ്പിടില്ല എന്നുള്ളതാണ് ഗവർണറുടെ നിലപാട്. അത് സർക്കാരിനും ഈ ഇടതുപക്ഷത്തിനും എല്ലാം അറിയാമെന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയപരമായ ഒരു നേരിടൽ ഗവർണർക്കെതിരെ നടത്തുന്നത്. തീർച്ചയായും അത്ര തന്നെയാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഗവർണറുടെയും അതുപോലെ തന്നെ കേരള സർക്കാരും തമ്മിലുള്ള ആ ഒരു പോര്, അതിന്റെ ഭാഗം എന്നോണം തന്നെയാണ്. അല്ലെങ്കിൽ അതിന് ഗവർണർ ഏത് തരത്തിൽ ഇകഴ്ത്താം, അല്ലെങ്കിൽ ഗവർണറെ ഏത് തരത്തിൽ ഇകഴ്ത്തി കാണിക്കാം എന്നുള്ള ഒരു ശ്രമമാണ് പ്രധാനമായും ഈ ഹർത്താലിലൂടെ CPM ശ്രമിക്കുന്നത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഈ ഭൂനിയമ ഭേദഗതി ബിൽ അത് ഗവർണർ മുമ്പിൽ ഇരിക്കുന്നു. ഗവർണർ പറയുന്നത് പ്രകാരം പലപ്പോഴും ഇതുമായി സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ബില്ലുമായി സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയരുന്നുണ്ട്. നിരവധി പരാതികൾ രേഖാമൂലം തനിക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഒത്തിരിയേറെ ആക്ഷേപങ്ങൾ ഉയരുന്നു. ഈ ഒരു ബില്ലിനെ സംബന്ധിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഈ ബില്ലിൽ ഒപ്പിടാൻ സാധിക്കൂ. അതിന് സ്വാഭാവികമായ ഒരു കാലതാമസം ഉണ്ടാകും. ആ താമസം മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത്. ഈ ബില്ലിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ട, ഈ പരാതികളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ട ഒരു കാലതാമസം, അത് മാത്രമാണ് ഈ ബില്ലിനെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ മറ്റ് വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ബില്ലിൽ ഒപ്പുവയ്ക്കുന്നതിൽ യാതൊരു ഒരു മാറ്റവും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുള്ളതല്ല. പക്ഷേ അവിടെ ഈ ഗവർണറെ പിന്തുടരുമ്പോൾ സന്തോഷ് കുമാർ BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ സന്തോഷ് കുമാർ, ഗവർണർ നാളെ ഇടുക്കി ജില്ലയിലേക്ക് എത്തുകയാണ്. ഗവർണറെ രാഷ്ട്രീയപരമായി നേരിടാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. നാളെ ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കാനാണ് ഈ ഇടതുപക്ഷം ശ്രമിക്കുന്നത്. അതെ, ഈ ഇടതുപക്ഷത്തിന്റെ നാളത്തെ ഹർത്താൽ എന്ന് പറഞ്ഞാൽ തികച്ചും
നമ്മുടെ ഗവർണറെ തടയുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിപാടി ക്യാൻസൽ ചെയ്യുക എന്നുള്ള ദുരുദ്ദേശം മാത്രമാണ് അതിന്റെ മുന്നിലുള്ളത്. മറ്റൊന്ന്, ശബരിമല തീർത്ഥാടകരെ എങ്ങനെയും ശല്യം ചെയ്യാന്നുള്ള മറ്റൊരു വശം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. കാരണം ഇന്നലെയൊക്കെ ശബരിമലയിൽ വന്ന വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ ശബരിമലയിൽ വന്ന ജനങ്ങൾക്ക് ഒരു കണക്കില്ല. അത്രയധികം ഇവിടെ കാരണം ഇടുക്കി ജില്ലയിൽ കൂടെയാണ് കൂടുതലും ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. കമ്പംമെട്ട് വഴിയും അതുപോലെ കുമളി റൂട്ട് വഴിയും ഒക്കെ വരുന്ന ശബരിമല തീർത്ഥാടകരെ ശല്യം ചെയ്യുക എന്നുള്ള ഈ രണ്ട് ഉദ്ദേശമാണ് ഇപ്പോൾ LDFന്റെ ഹർത്താൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ഇവിടെ വന്നു കഴിഞ്ഞാൽ തടയുമെന്ന MM മണിയുടെ പ്രസ്താവനയൊക്കെ അതൊക്കെ വളരെ എന്താ പറയാ, അതിനെയൊന്നും മുഖവിലേക്ക് പോലും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അയാൾക്ക് വായിക്ക് തോന്നുന്ന എന്തും വിളിച്ച് പറയുന്ന ഒരു MLA ആണല്ലോ MM മണി. അദ്ദേഹത്തിന് തടയാൻ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനോ തടയാനുള്ള കൽപ്പൊന്നും ഈ ഇടുക്കി ജില്ലയിലില്ല. അങ്ങനെ തടയാനാണെങ്കിൽ അങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വ്യാപാരി സമൂഹം ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് ഉണ്ടാവേണ്ടത്. അപ്പം അതിനെ ധിക്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സന്തോഷ് ശ്രീ, ഈ MM മണിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായ പരാമർശം അത് വളരെ അധിക്ഷേപകരമായ പരാമർശമാണ്. ഗവർണർക്കെതിരെ അസഭ്യം പറഞ്ഞുകൊണ്ടാണ് ഗവർണറെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതെ, തീർച്ചയായും. കാരണം അതാണ് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വാക്കിനെ നമ്മൾ യാതൊരു കാരണവശാലും മുഖവിലേക്ക് എടുക്കണ്ട. കാരണം അദ്ദേഹം വാ തുറന്നാൽ വൃത്തികേട് പറയുവാനും പിന്നെ ഭക്ഷണം കഴിക്കാനും മാത്രമേ അദ്ദേഹം വാ തുറക്കാറുള്ളൂ. ഇവിടെ ഉള്ള സാധാരണക്കാരായ കൂലിത്തൊഴിലാളികളായ അവരുടെ അണികളെ ആവേശം കൊള്ളിച്ച് അവരെ കൊണ്ട് പ്രശ്നമുണ്ടാക്കിച്ച് അവരെ കേസിൽ പ്രതിയാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അല്ലാതെ അദ്ദേഹം ഇവിടെ സംഘടന നന്നാവണമെന്നോ അല്ലെങ്കിൽ ഇവിടെ എന്നും അദ്ദേഹം മാധ്യമത്തിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ള ദുരുദ്ദേശവും കൂടെ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ വായിക്ക് തോന്നുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെ കൊണ്ടൊന്നും ആരിഫ് മുഹമ്മദ് ഖാനെ ഒന്നും തടയാനുള്ള കപ്പാസിറ്റി ഒന്നും അദ്ദേഹത്തിനില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം നിറഞ്ഞു നോക്കട്ടെ. അത് തന്നെയാണ്. നാളെ ഗവർണർക്കെതിരെ നേരിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്. ഈ ഹർത്താലിന് പുറമെ തന്നെ ഗവർണർ എത്തുന്ന ഇടങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇന്ന് CPIയുടെ ഇടുക്കിയിലൂടെ പ്രതിനിധി പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ ഗവർണറെ തടയില്ല. പക്ഷേ കർഷകർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതിഷേധ സമരവുമായി പോകും. പ്രതിഷേധിക്കാൻ ആർക്കും അധികാരമുണ്ടല്ലോ. ഇപ്പൊ CPMന്റെ ജയരാജൻ സൂചിപ്പിച്ചതും അവര് അവിടെ രാജ്ഭവൻ മാർച്ച് നടത്തും. അവിടെ കർഷകർക്ക് വേണ്ടിയിട്ടാണ് അവർ മാർച്ച് നടത്തുന്നതെന്നാണ് പറയുന്നത്. ഇത്രയും നാളും ഇല്ലാത്ത ഒരു കർഷക പ്രേമം ഇപ്പം ഉണ്ടാകേണ്ട ആവശ്യമില്ല. അതിനോടൊപ്പം തന്നെ ഇവര് ഉദ്ദേശിക്കുന്ന ഇടുക്കി ജില്ലയിൽ ഇപ്പം അടിയന്തര ഹർത്താല്, കാരണം കോടതിയിൽ ഇത്ര ദിവസം മുമ്പ് അനുമതി വാങ്ങേണ്ടതാണ്. പക്ഷെ ഭരണകക്ഷിയിൽ പെടുന്നവര് തന്നെ ഇങ്ങനെ നിയമലംഘനം നടത്തി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. വളരെ നന്ദി ശ്രീ സന്തോഷ് പ്രതികരിച്ചതിന്. ഇടുക്കി BJP ജില്ലാ പ്രസിഡന്റ് C സന്തോഷ് കുമാറാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചത്. സുബിൻ തോമസ് തുടരുന്നുണ്ട്. സുബിൻ, നാളെ ഈ ഗവർണർ എത്തുമ്പോൾ നേരിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് ഇടതുപക്ഷം തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതൊരു ക്രമസമാധാന പ്രശ്നമായി ഉയർന്നു വരാനുള്ള സാധ്യതയുമുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഇടതുപക്ഷം ഏത് തരത്തിലുള്ള പ്രതിഷേധമാകും മുന്നോട്ട് വയ്ക്കുക? അതോടൊപ്പം തന്നെ ഈ ഹർത്താൽ പ്രഖ്യാപിക്കുന്നതിലൂടെ സാധാരണക്കാരായ ജനങ്ങളെ കൂടി ബുദ്ധിമുട്ടിക്കുകയല്ലേ ഇവർ? ഈ ഒരു ഹർത്താൽ മുഖാന്തരം അല്ലെങ്കിൽ ഈ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുന്നതിലൂടെ ഇതിനു മുമ്പ് നിരവധി ഹർത്താലുകളും പണിമുടക്കുകളും എല്ലാം തന്നെ ഈ തോട്ടം മേഖല കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ ഇടുക്കി ജില്ല കേന്ദ്രീകരിച്ചും എല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ഭരണപക്ഷത്തിരിക്കുമ്പോൾ പോലും LDFന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യക്ഷ സമരങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ബില്ല് അത് ഗവർണറുടെ പരിഗണനയിലിരിക്കുന്നു. ഈ ബില്ല് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഒപ്പിട്ട്
പാടില്ല എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇടപെടൽ ഈ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന്, ഇടുക്കി ജില്ലാ ഘടകത്തിന്റെ ഭാഗത്ത് നിന്ന്, LDFന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായും ഉണ്ടാകുന്നത്. ഇത് ഒരു തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഇതിനുണ്ട്. അല്ലെങ്കിൽ ഈ ഗവർണർക്കെതിരെ ഈ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ തിരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഈ ഒരു ഹർത്താലിനുണ്ട്. പ്രധാനമായും ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമല തീർത്ഥാടനം നടക്കുന്ന ഒരു സമയമാണ്. ശബരിമലയിലേക്ക് നിരവധി ഭക്തരാണ്. ഇനിയിപ്പോൾ നടയടക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നടക്കം നിരവധി ഭക്തർ, ഒരു ഭക്തജന പ്രവാഹം തന്നെ ഈ ഒരു അതിർത്തി മേഖലയായ കുമളിയിലൂടെയും കമ്പംമെട്ടിലൂടെയും ഒക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരെല്ലാം തന്നെ ഒരു തരത്തിൽ ഈ ഒരു വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് ഈ പറയേണ്ട ഒരു കാര്യം. ഈ ഒരു കാര്യത്തിൽ, അതായത് ഈ ശബരിമല തീർത്ഥാടനം സംബന്ധിച്ച് യാതൊരുവിധ ഒരു ഈ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ മറുപടി നൽകാൻ ഇവർ തയ്യാറായിട്ടുമില്ല. അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ മുമ്പോട്ട് പോകാൻ അല്ലെങ്കിൽ വാഹനവുമായി മുമ്പോട്ട് പോകാനുള്ള ക്രമീകരണം ഒരുക്കുമോ എന്ന കാര്യത്തിൽ പോലും ഇതുവരെ ഒരു വ്യക്തത അല്ലെങ്കിൽ വ്യക്തമാക്കാൻ ഈ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ള LDF തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ ഈ ഒരു മണ്ഡലകാലത്തിൽ തീർത്ഥാടകർക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും ഒരേ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതിനപ്പുറത്ത് ഈ ജനങ്ങളെ, ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ, അവരെ ഗവർണർക്കെതിരെ തിരിക്കാനുള്ള ഒരു ഗൂഢ നീക്കം, അതാണ് LDFന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വാക്കുകളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നതും അതുതന്നെയാണ്. ഈ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് വ്യക്തമാക്കുന്നത്, ഈ സമരം അത് ഗവർണർക്കെതിരായിട്ടുള്ള സമരമാണ്, ഗവർണറെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സമരം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഹർത്താലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ഹർത്താലിൻ്റെതായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ഒരു തരത്തിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടി തടസ്സപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ LDF കൺവീനറും അത് വ്യക്തമാക്കുന്നുണ്ട്. LDF ഹർത്താൽ സമാധാനപരമാണെങ്കിൽ പോലും പ്രത്യക്ഷ പ്രതിഷേധം ഇല്ല എന്ന് പറയുമ്പോൾ പോലും അതിൽ പ്രതിഷേധം ഉണ്ടാവാനുള്ള ഒരു ധ്വനി, അല്ലെങ്കിൽ ഒരു സാധ്യതയുണ്ട് എന്നുള്ള ധ്വനി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും ഈ ഗവർണർ എത്തുമ്പോൾ പ്രത്യക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പോലീസ് നേതൃത്വം ഏറ്റെടുത്തിട്ടുമുണ്ട്. ഇതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ മുമ്പ് കണ്ടതാണ്, SFIയുടെ ആ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ SFI കരിങ്കൊടി കാണിക്കുകയും ഗവർണറുടെ വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുകയും അതിക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. സമാനമായ സാഹചര്യം ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോൾ അത് മറ്റൊരു വിഷയത്തിലേക്ക് കൂടെ എത്തുന്നു എന്നുള്ളതാണ്. ഈ ആ ഒരു SFI ഉയർത്തുന്ന വിഷയങ്ങൾക്കപ്പുറം അതൊരു ഭൂവിഷയം അല്ലെങ്കിൽ ഭൂനിയമ ഭേദഗതി ബില്ല് സംബന്ധിച്ചൊരു വിഷയമാകുമ്പോൾ അത് കൂടുതൽ സങ്കീർണമാകും. അപ്പോൾ അത് ഒരു വലിയ പ്രതിഷേധങ്ങളിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്തായാലും ഈ ഗവർണർ നാളെ ഇടുക്കി ജില്ലയിലേക്ക് എത്തുകയാണ്. പ്രതിഷേധവുമായി ഇടതുപക്ഷവുമുണ്ട്. നാളെ ഇടുക്കി ജില്ലയിൽ LDF ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുബിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.